ഡയാലിസിസ് മുടങ്ങി കഴിഞ്ഞാൽ മോൻ എണീക്കാൻ പറ്റില്ല. ഡയാലിസിന് സമയമാകുമ്പോൾ എൻ്റെ മോൻ പറയും അമ്മ ഇന്ന് എന്താ ചെയ്യണ്. അപ്പം ഞാൻ പറയും മോനെ പൈസ കിട്ടിയില്ല, അറിയാൻ കിട്ടിയില്ല മോനെ. അപ്പം എൻ്റെ മോൻ ചോദിക്കുന്ന വാക്കാണ് അമ്മ ഞാൻ ചത്തോട്ടെ എന്ന്. അങ്ങനെ എൻ്റെ മോൻ പറയും 4 മണിയാകുമ്പോൾ എൻ്റെ മോൻ എന്നെ വിളിക്കും അമ്മ എന്താ ചെയ്യണ്ട അമ്മേന്ന്. ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ പൈസ വയ്ക്കും. ആരായി ചിലവർ എൻ്റെ 5 ലക്ഷം രൂപ കടായി എനിക്ക്. ഞാൻ ആരും തരാനില്ല, എൻ്റെ കയ്യിലെടുക്കാനില്ല. ഞങ്ങളുടെ എൻ്റെ ജീവൻ മാത്രമല്ല ഇനി. എൻ്റെ മോൻ അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ഒരു അമ്മേരെ വിഷമം. ഞാൻ ചത്തോട്ടമ്മേന്ന്. അപ്പം ഞാൻ എന്താ തിരിച്ച് പറയാം എൻ്റെ മോനോട്. ഞാൻ അപ്പം ഓരോരുത്തർ ചോദിക്കും. എൻ്റെ ചേട്ടനാണ് വിശാൽ ചേട്ടൻ. അപ്പോൾ ആരും ഈ വീഡിയോ കാണാതെ പോകരുത്. കാരണം കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ജീവൻ ഇരിക്കുന്നത്. അപ്പോൾ ആരും കാണാതെ പോകരുത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരിലും എത്തിച്ചിട്ട് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരിക. കാരണം ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രാരാബ്ദവും കാരണം ആഴ്ചയിൽ ഇപ്പം 1 ഡയാലിസിസ് ആണ് ചെയ്യാൻ പറ്റുന്നത്. 1 ഡയാലിസിസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. കാരണം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡയാലിസിസും നിർത്തിവെക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഒരാളുടെ ഹെൽപ്പ് വേണം, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. കാരണം ആകെ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും, പക്ഷെ അതിനും ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് രക്ഷിക്കുക. കാരണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടെങ്കിലും ഞങ്ങളുടെ ചേട്ടൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം. നല്ലൊരു തുക ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ആളെ തിരിച്ച് ജീവിതത്തിലേക്കും ആളുടെ ജീവനും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങളെ ഇതാക്കുക. ഞങ്ങളുടെ ചേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരിക. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരാൻ അതിന് ശ്രമിക്കുന്നത് നിങ്ങളാണ്. എൻ്റെ പേര് പ്രിയലത പ്രസാദ്. ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 21ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന വിശാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നിക്ക് അസുഖം മൂലം ഇപ്പോൾ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്രിയാറ്റിൻ്റെ അളവനുസരിച്ച് ഇടയ്ക്ക് 4 തവണയും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. അമ്മയും വീട്ടിലെ ഏക അത്താണിയാണ് വിശാല്. അവൻ്റെ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഉണ്ണീഷ്ണൻ, ടി എൻ ഉണ്ണീഷ്ണൻ. ഞാൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ ഡിവിഷനിൽ പെട്ട ഒരു കുട്ടിയാണ് വിശാൽ. വളരെ ചെറുപ്പക്കാരായ ഒരു പയ്യനാണ്. വളരെ ആക്റ്റീവായിട്ട് നടന്നു തന്നെയാണ്. പക്ഷേ ശരിയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ 4 ഡയാലിസോളം ഇപ്പോൾ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു സംവിധാനം